ചിലർ വാക്കുകൾ കൊണ്ടും ചിലർ പ്രവൃത്തി കൊണ്ടും ചിലർ മൗനം കൊണ്ടും വേദനിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ വേദന നമ്മൾ അവരെ വളരെയധികം വിലമതിക്കുമ്പോൾ ആരെങ്കിലും നമ്മെ അവഗണിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ 3 തരം ആളുകളെ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളെ സഹായിച്ചവർ, നിങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിച്ചവർ, നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ആരാണ് തള്ളിക്കളഞ്ഞത്. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ഒന്നിനും തൃപ്തി വരാത്തവരാണ് നമ്മൾ. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. നമ്മൾ എത്ര ശ്രമിച്ചാലും അവരാകാൻ നമുക്കോ നമ്മളാകാൻ അവർക്കോ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാതാപിതാക്കൾ സൂര്യനെ പോലെയാണ്. അസ്തമിച്ചാൽ ജീവിതം ഇരുട്ടിലാകുന്നു. ഒരു വ്യക്തി നിങ്ങളുമായി പ്രണയത്തിലാണെങ്കിൽ ആഴത്തിലുള്ളതും സംസാരിക്കാൻ പ്രയാസമുള്ളതുമായ കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയാൻ തുടങ്ങും. ഉപ്പ് പോലെയാണ് വാക്കുകൾ. പാകത്തിനെ ഉപയോഗിക്കാവൂ. അധികമായാലും കുറഞ്ഞു പോയാലും രുചി നഷ്ടപ്പെടും. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തുവയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. ഒരു ജ്ഞാനിയും വിഡ്ഢിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം, ആദ്യത്തെയാൾ തനിക്ക് ലഭിക്കാൻ സാധ്യത ഉള്ളതിനു വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെയാൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ആഗ്രഹിക്കുന്നു. ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ നമ്മൾ അവർക്ക് നൽകുന്ന പരിഗണനയാണ്. നമ്മളെ അവഗണിക്കുന്നവരെ എത്രയും വേഗം ഒഴിവാക്കണം. ഒരിക്കലും അവരുടെ പരിഗണനയ്ക്കായി നാം കാത്തു നിൽക്കരുത്. നമ്മളിലെ കോപാഗ്നി ആളിക്കത്തുന്നത് അല്പനേരത്തേക്ക് മാത്രമായിരിക്കും. പക്ഷേ ആ ചൂടിൽ എരിഞ്ഞമരുന്നത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ സന്തോഷവും സമാധാനവുമായിരിക്കും. എല്ലാവരും കാണാൻ വേണ്ടി കരയുന്ന ബാല്യം, ആരും കാണാതെ കരയുന്ന യൗവനം, കരയുന്നത് കണ്ടാലും തിരിഞ്ഞു നോക്കാത്ത വാർദ്ധക്യം, അതാണ് ജീവിതം. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ്. നമുക്കുള്ള സമയം പരിമിതമാണ്. അതിനാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ഓരോ ചുവടുകളും കരുതലോടെ വേണം നീങ്ങാൻ. പിന്നിൽ നിന്നും തള്ളിയിടാൻ അവസരം നോക്കി നിൽക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളവർ തന്നെയായിരിക്കും മുന്നിലുണ്ടാവുക. നമുക്ക് ആരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാവുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതല്ലേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ആരുമില്ല എന്നൊരു തോന്നൽ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ. അത് വല്ലാത്തൊരു വേദനയാണ്. നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മറ്റാരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ മിണ്ടാനും പറയാനുമായി കണ്ടെത്തുന്ന മറ്റൊരു ലോകമാണ് ഏകാന്തത. ചില സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ശരീരത്തിൻ്റെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയാണ് ആവശ്യം. ഏത് സാഹചര്യത്തിലും മനസ്സ് മടുപ്പിക്കരുത്. ഒരു നാൾ വിജയം നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കും. താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും ശ്രമിക്കാതെ സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് അർഹനാകുന്നു. അമിതമായ ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. താങ്ങാൻ കൂടെ ഒരാൾ ഇല്ലെന്ന് തോന്നിയാൽ ഏതൊരു തളർച്ചയിലും സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും. ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ വലിയൊരു കഴിവ്. മനസ്സിലാക്കിയാലും മനസ്സിലാവാത്ത പോലെ പെരുമാറാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ അതിലും വലിയ കഴിവ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ്. നെഗറ്റീവായിട്ടുള്ള ആളുകളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപരമാകും. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല.
തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ചു മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുക. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല, അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ജീവിതത്തിലെ ദുഃഖങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏത് അവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. കൂടെയുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നവരാണ്. പിന്നീട് ഒരിക്കലും അത് നേടാൻ കഴിയാതെ നമ്മൾ ഉള്ളിൽ 1000 തവണ കരഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യം ആലോചിക്കണം. ഇനിയും സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് വേണ്ടി ആരും അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്ന സത്യം കൂടെ ചിന്തിക്കണം. ഒരു വാക്കായാലും ഒരു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നീട് കൊടുക്കാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടായിരിക്കണമെന്നില്ല. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം.